ആ ചെറുക്കൻ ഇതുവരെ എണീറ്റില്ലേ? എടാ സോളമ, ഞാനങ്ങ് വന്നാലുണ്ടല്ലോ ഈ മീൻ നന്നാക്കിയ വെള്ളം നിന്റെ തല കൊരി ഒഴിക്കും. ഏറ്റവും സ്കൂളിൽ പോയിക്കാടാ ചെറുക്ക. എടാ സൈമ, നീ പോയാ ചെറുക്കനെ വിളിച്ചെണീപ്പിച്ചാടാ. ആ മിനിയുടെ ചെറുക്കനൊക്കെ 4 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കും. ഇവൻ ഈ കണക്കിന് പോയാ ഈ കൊല്ലം കണക്കിന് തോന്നും. മാത്സ് ഹോംവർക്ക് എടാ നീ ഇങ്ങനെ പറഞ്ഞ മാത്സ് ഹോംവർക്ക് ഒന്ന് പെട്ടെന്ന് വാട്സാപ്പിൽ അയച്ചാടാ. എടാ മറന്നു വേണം മുത്തേ, എന്റെ മിസ്സിന് സ്വപ്നം കണ്ടിട്ട് ഓർത്തെ. എടാ തരാട് ഉരുപ്പേ, പെട്ടെന്ന് അയക്കേ. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പോണ സമയത്ത് ഹോംവർക്ക് ചെയ്യരുതെന്ന്. അമ്മ, ഇന്നലെ ഞാൻ കളി കഴിഞ്ഞു നല്ല ടയേർഡായിരുന്നു. അവൻ്റെ ഒരു കളി. അടുത്ത ആഴ്ച അവന് പരീക്ഷ ഉള്ളതാ. ഇനി മുതൽ നീ പന്ത് കളിക്കാൻ പോകണ്ട. എന്ത് സ്വഭാവമേ. പോയി കുളിച്ചു വല്ലതും വാരി തിന്ന് സ്കൂളിൽ പോവാൻ നോക്കട്ടെ ചെറുക്ക. ടോണിയോടെ നിക്കടാ. എടാ ടോണി, ഇന്ന് നീ അയച്ചൊന്ന് ഹോംവർക്കില്ലേ, അതൊന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ടീച്ചർ അങ്ങനെ ബോർഡിലെന്നും പറഞ്ഞാൽ ഞാൻ മൂഞ്ചി പോവും. എൻ്റെ പൊന്നു സോളമ, ഇത് പറഞ്ഞാൽ നിനക്ക് വല്ലതും മനസ്സിലാവോ? ക്ലാസ് ഇപ്പം തുടങ്ങും, ഞാൻ പോവാ. ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, വേഗം ഹോംവർക്ക് എടുത്തേ. നീ കണ്ടോ, ഞാൻ ഇന്ന് പൊളിക്കും. നീ ഹോംവർക്ക് ചെയ്താ? എന്റെ പൊന്നെ, നീ ഇന്ന് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടല്ലോടാ സോളമ്മ. ഇന്ന് കാക്ക മലർന്നു പറക്കൂലോ. ഇത് പൊട്ടത്തെറ്റാണല്ലോടാ. ടോണി എഴുതി വെച്ചിരിക്കുന്ന പൊട്ടത്തെറ്റ് അതേപടി പകർത്തി എഴുതിയിട്ടുണ്ടല്ലോടാ സോളമ്മ. രണ്ടുപേരും ഇങ്ങ് എഴുന്നേറ്റേ. കൈ നീട്ടടാ. നൂറ് തവണ വെച്ച് രണ്ടുപേരും എംബോസിഷൻ എഴുതി കൊണ്ടുവന്നേരെ. ശരിയാണെന്ന് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ നമുക്ക് ഹോംവർക്ക് അയച്ചെന്ന്? ഗ്രേഡി നോക്കിയത് ശരിയാവുന്നല്ലടാ ഞാൻ ഓർത്തേ. അത് ശരി, ഗൈഡി നോക്കി എഴുതിട്ടല്ലേ രാവിലെ മോനത്ര ഷോ കാണിച്ചേ. സോറി അളിയാ. സോറിയൊക്കെ നീ തന്നെ അങ്ങ് വെച്ചാ മതി. നീ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു പാവം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ ചാക്കോ മാഷ് എന്റെ മാസ്റ്റർ ആയത്. എന്റെ പൊന്നളയാ, അതെന്റെ തലയിലെഴുത്ത, അതാരെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല.
നീ എഴുതിയോ? സോളമ, നീ ഇക്വേഷൻ തെറ്റിച്ചല്ലോ. ഒന്ന് പറഞ്ഞേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് പറഞ്ഞേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി 2ab പ്ലസ് ബി സ്ക്വയർ. തെറ്റിക്കരുത് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. നീ ഇത്രയും നേരമായിട്ട് പഠിച്ചില്ലേ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാടാ? നിന്നോട് പഠിക്കാൻ പറഞ്ഞ നിനക്ക് പഠിക്കാൻ മേലേടാ. കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കാണ്ട് നേരത്തും കാലത്തും പോയി പരീക്ഷ എഴുതാൻ ചെറുക്ക. പരീക്ഷയിൽ തോറ്റുപോയതിനാൽ വിദ്യാർത്ഥി മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. ഹോ, എൻ്റെ ഈശ്വര, ഇതിനു വേണ്ടിയാണ് അതിൻ്റെ തന്തയും തള്ളയും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തത്. എടാ ടോണി, നാളത്തെ പരീക്ഷയ്ക്ക് ഞാൻ ഒന്നും പഠിച്ചില്ലടാ. എനിക്കാണെങ്കിൽ പുസ്തകം തുറന്നിട്ട് ഒന്നും മനസ്സിലാവണ്ട. നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ പൊന്നു സോളമ, നീ ഇപ്പോഴാണ് ഇതൊക്കെ ചോദിക്കണേ? ഈ തലേദിവസം ഞാൻ എന്നെ പറഞ്ഞു തരാനാ? നീ ഒന്ന് വെച്ചിട്ട് പോയേ. എടാ, ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമെന്ന്? എനിക്കിതുവരെ എന്തെങ്കിലും നീ പറഞ്ഞോണ്ടാ? എന്റെ പൊന്നു സോളമ, നീ ഒന്ന് വെച്ചേ, ഞാൻ ഉറങ്ങാൻ പോവാ. ഒന്ന് വെച്ചിട്ട് പോയേ. എടാ, ഹലോ എടാ പോലെ. ശ്ശേ.
എടാ സോളമ്മ ഡാ ഏറ്റു വന്ന്. ഞാൻ വരില്ല. എടാ ഇത് ഞാനാടാ വിനുവാടാ ഏറ്റു വന്നടാ. ഈ വിനോദനല്ല 2 കൊല്ലം മുന്നേ തൂങ്ങിച്ചത്തെ. നീ കൂടുതൽ എന്തൊക്കെയാണ്ടെങ്കിൽ ഏറ്റു വന്ന്. എനിക്കെങ്ങും വയ്യ. വിശ്വസിക്കടോ. നിങ്ങളെനിക്ക് വിശ്വസിക്കാവോ? ഇവിടെ എങ്ങാനും വെച്ച് നിങ്ങളെന്ത് ചോരിട്ട് കുടിച്ച ആരും അറിയൂല. പേടിക്കാണ്ട് കഴിഞ്ഞിട്ടാടാ. അല്ലല്ലോ സ്വന്തം ജീവനൊടുക്കി എനിക്കൊക്കെ ഏത് കാലനാടാ വേറൊരുത്തൻ്റെ ജോലി കുറ്റാൻ ലൈസൻസ് തരണം. നീ ഇവിടെ ഇരുന്നേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലെങ്കിലും വിനുവേട്ടൻ എന്തിനാ കണക്കിന് A+ കിട്ടില്ലെന്ന് പറഞ്ഞ് തൂങ്ങിച്ചത്തെ? ഇവിടെ ഞാനുണ്ടല്ലോ, കണക്കിന് കഷ്ടി ജയിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് വിടുക. എടാ സോളമ്മ, അന്ന് ഞാൻ കാണിച്ച മണ്ടത്തരം കാരണമല്ലേ ഇനി അനുഭവിക്കണമൊക്കെ. ആത്മഹത്യ ചെയ്തവർക്കൊന്നും സ്വർഗം വിധിക്കില്ല എന്ന് ജീവനോടെ ഉള്ളപ്പോൾ കേട്ടത് എന്ന് കറക്റ്റാടാ. വിനുവേട്ടൻ എന്താണ് ഈ പറയണേ? എനിക്കിത് മനസ്സിലാവണല്ല. എടാ സോളമ്മ, അതായത് ഞാനിപ്പം നരകത്തിലുള്ളത്. പാപം ചെയ്തു മരിച്ചവരെല്ലാം നരകത്തിലാണ് പോകും. അതിന് വിനുവേട്ടൻ എന്ത് പാവം ചെയ്തിട്ടാണ്? ദൈവം തരുന്ന ജീവൻ ഇല്ലാണ്ടാക്കണതാടാ ഈ ലോകത്തെ ഏറ്റവും വലിയ പാപം. ഞാനത് എന്നോട് തന്നെ ചെയ്തു. പക്ഷെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ? എന്ത് വഴി? ഭൂമിയിൽ വെച്ച് നരകം വിധിച്ചവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു കൊടുത്താൽ ഉടയോൻ എനിക്ക് സ്വർഗം തരും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ നരകത്തിൽ കാലുണ്ടെന്ന് പറഞ്ഞ സത്യമാണ്. നിനക്ക് ഡൗട്ട് ഉണ്ടോ? നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു തവണ അവിടം വരെ കൊണ്ടുപോകാം. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ നടക്കില്ല കേട്ടോ. അയ്യോ, എന്നാ വേണ്ട. അല്ല, അവിടെ നിനക്കിന്ന് മാത്സിന്റെ പരീക്ഷകളല്ലേ, പിന്നെ നീ എന്തിനാണ് ഇവിടെ കിടന്ന് ഉറങ്ങിയേ? അത് വിനുവേട്ട, ഇന്ന് കണക്കിന്റെ എക്സാമാ, അതുകൊണ്ടാ. ഞാൻ തോറ്റു എന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. എടാ സോളമ്മ, ഈ കണക്ക് പരീക്ഷയ്ക്ക് പാസ്സാവുന്നവർക്ക് മാത്രമേ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ. നീ എത്ര കഷ്ടപ്പെട്ടിട്ടും തോക്കുവാണെങ്കിൽ അങ്ങ് പോട്ടെന്ന് നോക്കണം. ഇതെനക്ക് വേറെ എന്തൊക്കെ ചെയ്യാനുണ്ടോ? എടാ സോളമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്തിനാണ് സ്കൂളിൽ പോയി പഠിക്കണേ? പഠിച്ചു വലുതായി ജോലി പഠിക്കാൻ. ഈ ജോലി കിട്ടിയിട്ട് എന്തിനാണ്? ജീവിക്കാൻ. പിന്നെ എന്തിനാടാ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് നീ പറഞ്ഞാണ്? നാട്ടിലുള്ള കണക്ക് ബിസിനും ട്യൂഷൻ മാസ്റ്റർക്കും വേണ്ടിയാണ് നീ ഇത്രയും കാലം കണക്ക് പഠിച്ച്. നീ നിനക്ക് ചെയ്യാൻ പറ്റണ കാര്യം നന്നായി ചെയ്യടാ. ഓ എന്റെ വിനുവേട്ട, നരകത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേ നിങ്ങൾ വലിയ ജീനിയസ് ആയല്ലോ. എടാ സോളമ്മ, എക്സാം കഴിയാൻ ഇനി സമയമുണ്ടല്ലോ. നീ വേഗം സ്കൂളിൽ പോയി ആ മാത്സ് പരീക്ഷ എഴുതണം. നിനക്കൊന്നും അറിയില്ലെങ്കിലും നീ പോയി ആ പരീക്ഷ എഴുതണം. അത് വിനുവേട്ട. നീ അവിടെ എന്നെ ഉണ്ടാക്കുവാടാ? നിന്നെ തേടി എവിടെയൊക്കെ നടന്നു? ഇവിടെ പോയി. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നീ ആരെ നോക്കണേ? നിനക്ക് കണക്കിന് എക്സാം ഉള്ളത് അറിയാൻ പാടില്ലേ? നീ എന്നെ ഈ കിളി പോയി നിൽക്കുന്നേ? നിനക്കാരും വലിക്കാൻ തന്നോ? അങ്ങനൊന്നുമില്ല. നിനക്കൊന്ന് ഉച്ച കഴിഞ്ഞല്ലേ എക്സാം? ടോണി എങ്ങനെയാണല്ലോ പറഞ്ഞേ? അയ്യോ, ടൈം ടേബിൾ മാറിപ്പോയതാ. വൈകിട്ട് നീ വീട്ടിലോട്ട് വാട്ടറാ. എടാ സോളമ്മ, പരീക്ഷ എന്ത് പാടായിരുന്നല്ലേ? ജയിക്കോ? നമുക്കൊന്ന് ടോസ് ഇട്ട് നോക്കിയാലോ? ഇവനെ കൊണ്ട്. ഹെഡ് ഓർ ടെയിൽ? എടാ, പരീക്ഷയ്ക്ക് ജയിച്ചാലും തോറ്റാലും എന്നടാ, ഞാൻ എക്സാം എഴുതിയില്ലടാ. ഇവനിതെന്തു പറ്റി?